ഹലോ എവ്രി വൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആട്ടോ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ 2 ദിവസം കഴിഞ്ഞ എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ വേഗം ഒന്ന് നോക്കി പോവുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നമ്മുടെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൻ പോയിന്റുകൾ മാത്രമാട്ടോ ഇതിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പെരിയാർ. ഞാൻ വേഗം തന്നെ ആൻസർ വായിച്ചു പോവുകയാണ് കേട്ടോ, കാരണം എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് സുപരിചിതമായ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ കേട്ടിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഇരവികുളത്ത് സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വരയാടാണ് കേട്ടോ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. ഇത് പറഞ്ഞതാര്? അപ്പൊ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞതാരാണ്? സഹോദരൻ അയ്യപ്പനാണ് ഇത് ഇങ്ങനെ പറഞ്ഞത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഏതാണ് തന്നിരിക്കുന്ന? രാജ്യ സമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന്? ഗാന്ധിജി എന്നാണ് ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്? എന്നാണ്? 1920 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെ സന്ദർശനം നടത്തുന്നത്. കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗ്വാഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തർക്കരഹിത ഇന്ത്യയിലെ എന്ന് ചോദിക്കുമ്പോൾ കാഞ്ചൻജംഗ എഴുതുക കേട്ടോ. എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടി എന്താണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇനി ഹിരാക്കുഡ് നദീ പദ്ധതി ഏത് നദിയിലാണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മഹാനദിയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി എന്ന് പറയുന്നത്. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എവിടെയാണ്? ലക്ഷദ്വീപിന്റെ ആസ്ഥാനം വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മുംബൈ കേട്ടോ. മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദനം. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ബൊക്കാറോ ഏതിന്റെ സഹായത്തോടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെ കുറിച്ചാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധർ തിലകാണ് കേട്ടോ. വാലന്റൈൻ ഷിറോൾ ആണ് അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പം കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഓർത്തിരിക്കുക. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. വീരേശലിംഗത്തിന്റെ വാക്കുകളാണ് കേട്ടോ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗവിൻ ലായും കൂടി ചേർന്നാണ് പഞ്ചശീല തത്വങ്ങൾ 1954 ഒപ്പുവെക്കുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വക ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഇനി വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത്? വരിക സഹചര്യം രചിച്ചത് ആരാണ്? അംഷി നാരായണപിള്ള. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? അപ്പോൾ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, മൗലിക അവകാശങ്ങൾ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മുംബൈ ആണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. മുംബൈ ആണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. ഇനി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിൽ ഹാജരാക്കേണ്ടതുണ്ട്? 24 മണിക്കൂറിനുള്ളിലാണ് ഹാജരാക്കേണ്ടത്. പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് എന്നാണ്? വനസംരക്ഷണ നിയമം പാസാക്കിയത് വനസംരക്ഷണ നിയമമാണ്. ശ്രദ്ധിക്കുക, 1980 വനസംരക്ഷണ നിയമം പാസ്സാക്കുന്നത്. വന്യജീവി സംരക്ഷണ നിയമമാണ് ഏത്? 1972 കേട്ടോ. വനസംരക്ഷണം 1980. ഇതൊക്കെ നമ്മളൊരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇനി 81 പ്രത്യേകത എന്താണ്? വായു മലിനീകരണ നിയന്ത്രണ നിയമമാണ് 81 നിലവിൽ വന്നിട്ടുള്ളത്. 74 ജലമലിനീകരണ നിയന്ത്രണ നിയമമാണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങളും കൂടെ പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. 74 ജലമലിനീകരണ നിയന്ത്രണ നിയമമാണ് പാസാക്കിയത്. 81 വായു മലിനീകരണ നിയന്ത്രണ നിയമമാണ്. 72 വന്യജീവി സംരക്ഷണ നിയമവും 80 വന സംരക്ഷണ നിയമവുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക.
ലോക വനിതാ ദിനം എന്നാണ്? ലോക വനിതാ ദിനമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, March 8. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഭക്രാനങ്ങലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു ആണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. വർഷം ഓർത്തിരിക്കുക, 1896. കേരളത്തിലെ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ടയാണ് കേട്ടോ. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി തന്നെയാണ് കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കുക. കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി? ആൻസർ ഓപ്ഷൻ ബി ആണ്, EMS നമ്പൂതിരിപ്പാട്. ഇനി ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? ബേക്കൽ കോട്ട എവിടെയാണ്? കാസർഗോഡാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ മാഗ്ന കാർട്ടയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇനി ISRO സ്ഥാപിതമായത്? 1969 ISRO സ്ഥാപിതമാകുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിക്രം സാരാഭായ്. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ്? ഭാരതരത്ന നേടുന്ന ആദ്യ കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കേട്ടോ. അപ്പൊ ഭാരതരത്ന അദ്ദേഹത്തിന് കിട്ടുന്നത് പൊതുജന സേവനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായത് ആന്ധ്രാപ്രദേശ് ആണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? VP മേനോനാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഏതാണ്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഏതാണ്? ഡച്ച് ആണ്. ഇനി എന്നാണ് കുളച്ചൽ യുദ്ധം നടന്നത്? അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. 1741 നടക്കുന്നത്. ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്ര ആമയെയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചിന്നാറിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്ന എന്ന് പറയുന്നത്. ഇപ്പൊ ഭാരതരത്ന കിട്ടിയവരെയൊക്കെ കുറിച്ചൊന്ന് ഓർത്തിരിക്കുക, ചോദിച്ചേക്കാം. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പൊ നിലവിൽ ആരാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? വി ശിവൻകുട്ടിയാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. മന്ത്രിമാര് ഇമ്പോർട്ടന്റ് ആണ്. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയത്. പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? 1905 ജൂലൈ 19 പ്രഖ്യാപിച്ചത്. എന്നാൽ നടത്തിയത് ആരാണ്? പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് മിന്റോ സെക്കൻഡ് ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. 1905 ഒക്ടോബർ 16 നടപ്പിലാക്കുന്നത്. നിർത്തലാക്കിയതാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. നിരോധിച്ചത് അല്ലെങ്കിൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. അത് 1911 അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ ഇനി എക്സാം ഉള്ളവർ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.